എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമിൽ. നമുക്കിന്ന് 3D ടെക്സ്റ്റേഴ്സ് എങ്ങനെ മായയിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. അതിനായി 3D ടെക്സ്റ്റേഴ്സ് എന്ന സൈറ്റിൽ വന്ന് നമുക്ക് ഇമേജസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ ലെതർ ആർമർ എന്ന് പറയുന്ന ടെക്സ്ചറാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ഓൾ മാപ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ എല്ലാ മാപ്സും കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ആംബിയന്റ് ഒക്ലൂഷൻ, ബേസ് കളർ, ഹൈറ്റ്, മെറ്റാലിക്, നോർമൽ മാപ്പ്, റഫ്നെസ് മാപ്പ് എന്നിങ്ങനെയുള്ള മാപ്സ് കിട്ടുന്നതാണ്. ഇത് നമുക്ക് ആദ്യമേ ഡൗൺലോഡ് ചെയ്യാം. നമ്മൾ 3D ടെക്സ്റ്റേഴ്സ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 1:1 ഇമേജസ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ബേസ് കളർ കിട്ടുന്നതാണ്, അതുപോലെ തന്നെ ഹൈറ്റ് മാപ്പ്, ആംബിയന്റ് ഒക്ലൂഷൻ, മെറ്റാലിക്, നോർമൽ, റഫ്നെസ്. പക്ഷെ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ബേസ് കളർ അപ്ലൈ ചെയ്യാനും നോർമൽ മാപ്പ് അപ്ലൈ ചെയ്യാനും റഫ്നെസ് മാപ്പ് അപ്ലൈ ചെയ്യാനും മെറ്റാലിക് മാപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഹൈറ്റ് മാപ്പ് സാധാരണ ഡിസ്പ്ലേസ്മെന്റ് മാപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹൈറ്റ് മാപ്പ് എങ്ങനെ ആഡ് ചെയ്യണമെന്ന് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ കാണിക്കുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് ബേസ് കളറും മെറ്റാലിക്കും നോർമലും റഫ്നെസ്സും ആഡ് ചെയ്യുന്ന എങ്ങനെ നോക്കാം. നമുക്ക് ആദ്യമേ മായ തുറക്കാം. ഇവിടെ ഞാനൊരു പ്ലെയിൻ എടുത്തിട്ടുണ്ട്. ഈ പ്ലെയിൻ ആദ്യമേ നമുക്ക് UV അൺറാപ്പ് ചെയ്യണം. അതിനു മുന്നേ നമുക്കിത് ഷെൽഫിലുള്ള ഡിലീറ്റ് ബൈ ഹിസ്റ്ററിയിലും ഫ്രീസ് ട്രാൻസ്ഫോർമേഷനിലും ക്ലിക്ക് ചെയ്യണം. ഇതിനുശേഷം മെനു ബാറിലുള്ള UVയിൽ ക്ലിക്ക് ചെയ്ത് UV എഡിറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം 1:1 റേഷ്യോയിലാണ് നമ്മുടെ UV മാപ്പ് ഇരിക്കുന്നത്. ഇതേപടി നമുക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒബ്ജക്റ്റ് മോഡിലേക്ക് പോയി വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്ത് അസൈൻ ന്യൂ മെറ്റീരിയൽ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഷെയ്ഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് സർഫേസിൽ ക്ലിക്ക് ചെയ്യാം. UV എങ്ങനെ അൺറാപ്പ് ചെയ്യണം, അതുപോലെ തന്നെ മെറ്റീരിയൽ എങ്ങനെ ആഡ് ചെയ്യണം എന്നൊന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ ഇതിനു മുന്നേ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് സർഫേസ് ആഡ് ചെയ്തതിന് ശേഷം ആട്രിബ്യൂട്ടിലുള്ള സ്റ്റാൻഡേർഡ് സർഫേസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പേര് മാറ്റാം. ഇവിടെ നമുക്ക് ആർമർ എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ കളറിൻ്റെ ഈ അറ്റത്തുള്ള ചെക്കർ ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ ക്രിയേറ്റ് റെൻഡർ നോഡ് എന്ന ഓപ്ഷൻ കിട്ടും. ഈ ഓപ്ഷനിൽ നമുക്കിവിടെ ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഫയൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ ആട്രിബ്യൂട്ടിൽ നമുക്കിവിടെ ഇമേജ് നെയിം എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഈ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. നമ്മൾ ബേസിൽ വന്ന് കളറിൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് ബേസ് കളറാണ് നമുക്കിവിടെ വേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയാണോ നമ്മൾ ഇമേജ് ഡൗൺലോഡ് ചെയ്തേക്കുന്നത് അവിടെ പോയി നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ബേസ് കളർ ആഡ് ചെയ്യാം. ബേസ് കളർ ആഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ വ്യത്യാസമൊന്നും കാണാൻ കഴിയുന്നില്ല. കാരണം നമുക്കിത് മെറ്റീരിയൽ ഓൺ ചെയ്യണം. ഇവിടെ ടെക്സ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ടെക്സ്ചർ ആഡ് ചെയ്തേക്കുന്നത് കാണാൻ കഴിയുന്നതാണ്. ഞാനിവിടെ ഓൾറെഡി സ്കൈഡും ലൈറ്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് റെൻഡറിൽ പോയി റെൻഡർ എഞ്ചിൻ ഓൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ബേസ് കളർ ആഡ് ചെയ്തതിന് ശേഷമുള്ള റെൻഡറിങ്. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കാം. അതിനായി ഈ ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ സ്ക്രീൻഷോട്ടായി കിട്ടുന്നതാണ്. അതിനുശേഷം ഹൈഡ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ആർമറിൽ വന്ന് സ്പെക്കുലറിൽ വന്നതിന് ശേഷം വെയ്റ്റിൻ്റെ ചെക്കർ ബോക്സിൽ വന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഇതിന് ശേഷം വീണ്ടും നമ്മൾ ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോൾഡറിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെയുള്ള റഫ്നെസ് മാപ്പിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. റഫ്നെസ് മാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെൻഡർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് അധികം വ്യത്യാസം കാണാൻ കഴിയത്തില്ല. നമുക്ക് വീണ്ടും ഒരു സ്നാപ്ഷോട്ട് എടുക്കാം. ഇതിന് ശേഷം നമ്മൾ വ്യത്യാസം നോക്കുകയാണെങ്കിൽ അധിക വ്യത്യാസം കാണാൻ കഴിയത്തില്ല. നമ്മൾ വീണ്ടും ആട്രിബ്യൂട്ടിലുള്ള ആർമറിൽ വന്നതിന് ശേഷം വീണ്ടും മെറ്റൽനെസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ മെറ്റൽ മാപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഈ മാപ്പിലുള്ള മെറ്റാലിക് മാപ്പിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. ഇതിന് ശേഷം റെൻഡർ ചെയ്യുമ്പോൾ ഇതിന് ശേഷം നമ്മളൊരു സ്ക്രീൻഷോട്ട് തന്നതിന് ശേഷം നമ്മൾ വ്യത്യാസം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാം ഒരു ചെറിയൊരു ഗ്ലോസിനെസ്. ഇനി നമുക്ക് ഒരു മാപ്പും കൂടി ഉണ്ട്, അതായത് നോർമൽ മാപ്പ്. അത് വീണ്ടും നമുക്കൊന്ന് ആഡ് ചെയ്യാം. അതിനായി നമുക്ക് ആട്രിബ്യൂട്ടുള്ള ആർമറിൽ വന്നതിന് ശേഷം താഴെ സ്ക്രോൾ ചെയ്ത് ജിയോമെട്രി ക്ലിക്ക് ചെയ്തതിന് ശേഷം ബം മാപ്പിംഗ് ഉള്ള ചെക്കർ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം.
ഇതിനുശേഷം വീണ്ടും നമ്മൾ ഫയൽ ക്ലിക്ക് ചെയ്ത് യൂഷ്വലി കാണിക്കുന്നത് പോലെ ഇമേജ് ആഡ് ചെയ്യാനല്ല, നമുക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബംപ് വാല്യൂവിൽ നമ്മളിവിടെ വന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഫയൽ ആട്രിബ്യൂട്ട് ഉള്ള ഇമേജ് നെയിമിൽ വന്ന് ഫോൾഡർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ നോർമൽ മാപ്പ് എന്ന മാപ്പ് നമുക്ക് ആഡ് ചെയ്യാം. നോർമൽ മാപ്പ് എപ്പോഴും ഈ ഒരു കളറിലായിരിക്കും. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും റെൻഡർ ചെയ്യാം. നമുക്ക് റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ടെക്സ്ചർ പോലെ കിട്ടുന്നതാണ്. പക്ഷേ ആക്ച്വലി ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെക്സ്ചർ അല്ല, ഇത് ആക്ച്വലി ആ മെറ്റാലിക്കിൻ്റെ റിഫ്ലക്ഷനാണ്. നമുക്കിതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു കാര്യം ചെയ്യണം. നമ്മൾ സ്കൈഡം ലൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കളറിൽ വന്ന് ഒരു HDRI ഇമേജ് നമ്മൾ അന്ന് ആഡ് ചെയ്യണം. ഇവിടെ നമുക്ക് വീണ്ടും ചെക്കർ ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു HDRI ഇമേജ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ എൻ്റെ കയ്യിലുള്ള സ്റ്റുഡിയോ സ്മോൾ എന്ന് പറഞ്ഞ ഒരു HDRI ഇമേജ് ആഡ് ചെയ്യാൻ പോവാണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഒന്ന് റെൻഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റിൽ ടെക്സ്ചർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡിഫറൻസ് കാണാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നേരത്തെ എടുത്ത ഇമേജും ഇപ്പോൾ ഇരിക്കുന്ന ഇമേജും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്കിതൊന്ന് സൂമിൻ ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ സൂമിൻ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും റെൻഡർ ചെയ്യുമ്പോൾ ഇങ്ങനെ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ മെറ്റലിനും അതുപോലെ തന്നെ നമ്മുടെ ലെതറും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചസും. ഇതുപോലെ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മെറ്റലിലുള്ള ഗ്ലോസിനെസ്സും ആ റിഫ്ലക്ഷനും അതുപോലെ തന്നെ ലെതറിലുള്ള ആ ഡെപ്തും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇവിടെ നമ്മൾ ഇതെല്ലാം കാണുന്നത് ഒരു HDRI ഇമേജ് ആഡ് ചെയ്തുകൊണ്ടാണ്. അതിനുള്ള കാരണം ഇതൊരു PBR ടെക്സ്ചർ ആയതുകൊണ്ടാണ്. PBR ടെക്സ്ചേഴ്സ് യൂഷ്വലി റിയലിസ്റ്റിക് ഒബ്ജക്ട്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്സ്ചേഴ്സ് ആണ്. ഇവിടെ നമ്മളൊരു മെറ്റാലിക് ആർമറാണ് യൂസ് ചെയ്തേക്കുന്നത്, നമുക്കത് കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ ലൈറ്റിംഗ് സോഴ്സ് അനുസരിച്ച് ഈ മെറ്റാലിക്കിൻ്റെ ഗ്ലോസിനെസ്സും ഇതെല്ലാം ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ റഫ്നെസ് മാറ്റണമെങ്കിൽ കൂടി നമ്മൾ ആ റഫ്നെസ് മാപ്പ് മാറ്റിയതിന് ശേഷം മാനുവലി നമുക്ക് റഫ്നെസ് ആഡ് ചെയ്യാം. പക്ഷേ നമ്മൾ റഫ്നെസ് മാപ്പ് ആഡ് ചെയ്യുമ്പോൾ എവിടെയാണോ മെറ്റാലിക് ആ മെറ്റാലിക് ഭാഗത്ത് നമുക്ക് ആ മെറ്റാലിക്കിനുള്ള റഫ്നെസ്സും അല്ലാത്ത പക്ഷം ലെതറിൻ്റെ റഫ്നെസ്സും കിട്ടുന്നതാണ്. ഇതുകൊണ്ടാണ് നമ്മൾ റഫ്നെസ് മാപ്പ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെറ്റാലിക് മാപ്പ് ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം എവിടെയാണ് മെറ്റൽ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും ആ മെറ്റൽ പാർട്ടിൽ മാത്രം മെറ്റൽനെസ് കൊടുക്കാനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മെറ്റാലിക് മാപ്പും ആഡ് ചെയ്യുന്നത്. നോർമൽ മാപ്പ് ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ ലോ പോളിയിൽ ഇതുപോലത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടെക്സ്ചറിങ് ഡീറ്റെയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നോർമൽ മാപ്പ് ആഡ് ചെയ്യുന്നത്. നോർമൽ മാപ്പും ഹൈറ്റ് മാപ്പും തമ്മിലുള്ള വ്യത്യാസം ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോർമൽ മാപ്പും ഹൈറ്റ് മാപ്പും തമ്മിലുള്ള വ്യത്യാസവും എന്തുകൊണ്ടാണ് നോർമൽ മാപ്പ് നമ്മൾ അധികമായിട്ടും യൂസ് ചെയ്യുന്നതെന്നും കാണാൻ കഴിയുന്നതാണ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. താങ്ക്